ചെല്ലക്കാറ്റിൻ വർണ്ണച്ചിറകിൽ മൂളിപ്പാട്ടും പാടിപ്പോകും ഹൈഡി ഹൈഡി. വേനൽ അവധിക്കായി നാട്ടിലെത്തുന്ന മിസ്റ്റർ സെസ്മാൻ ക്ലാരയും ഹൈഡിയും തമ്മിലുള്ള സ്നേഹം കണ്ട് ഹൈഡിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. ഇത് ഹൈഡിയുടെ നന്മയ്ക്കാണ്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ ദത്തെടുത്താൽ പിന്നീട് ഒരിക്കലും മുത്തശ്ശനോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹൈഡി പ്രതിഷേധമായി ഒരു മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നു. എനിക്ക് ക്ലാരയോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മുത്തശ്ശനെയും കാണണം. മിസ്റ്റർ സെസ്മാൻ ഹൈഡിയുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് ദത്തെടുക്കൽ നീട്ടിവെക്കുന്നു. എന്താ ഇത് ക്ലാര, കുറച്ചും കൂടി ശ്രമിക്കേ. അങ്ങനെ തന്നെ നിന്റെ കാലനങ്ങുന്ന എനിക്ക് കാണാം. ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഹൈഡി, എനിക്ക് എന്റെ കാലനക്കാൻ പറ്റുന്നില്ല. തീർച്ചയായും സാധിക്കും, നിനക്ക് പറ്റുന്നുണ്ട്. കാലനങ്ങിയത് ഞാൻ കണ്ടതാണ്. നിനക്ക് കുറച്ച് ശക്തി മാത്രമേ ആവശ്യമുള്ളൂ. അതുകൂടിയുണ്ടെങ്കിൽ നീ നടക്കും. നിനക്കത് സാധിക്കും ക്ലാര. കുറച്ചു കാലം കഴിഞ്ഞ് സാധിക്കുമായിരിക്കും. അത് ചിലപ്പോൾ ശരിയായിരിക്കും. നീ നടന്നു തുടങ്ങിയിട്ട് വേണം നമുക്ക് പീറ്ററിന്റെയും ജോസഫിന്റെയും കൂടെ ഓടി നടക്കാൻ. ഓർത്തു നോക്ക്, എന്ത് രസമായിരിക്കും. ഇന്ന് നീ ഒരുപാട് പരിശ്രമിച്ചു. ഞാൻ ലൈബ്രറിയിൽ പോയി ഒരു ബുക്ക് എടുത്തോണ്ട് വരാം. നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കാം. അതെന്തായാലും നന്നായി. ഞാൻ ഇപ്പോൾ വരാമേ. എന്നോട് ക്ഷമിക്കണം മിസ്സസ് സെസ്മാൻ. നിങ്ങൾ വെറുതെ പ്രതീക്ഷ വയ്ക്കണ്ട. ക്ലാര ഇനി ഒരിക്കലും നടക്കില്ല. എനിക്കുറപ്പുണ്ട് ഡോക്ടർ, അവൾ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. നിൽക്കുന്നതും നടക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് മിസ്റ്റർ സെസ്മാൻ. അവൾ വിജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് എനിക്കറിയാം. പക്ഷെ പരിശ്രമം കൊണ്ട് അവൾ ക്ഷീണിക്കുമെന്നല്ലാതെ ഫലമുണ്ടാവില്ല. നടക്കാനുള്ള ആരോഗ്യമൊന്നും അവളുടെ കാലുകൾക്കില്ല. എനിക്കതിൽ വിഷമമുണ്ട്. അപ്പോൾ അവളുടെ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്നാണോ? പരിശ്രമിക്കുമ്പോഴുള്ള സന്തോഷം ഞാൻ കണ്ടതാണ്. നിൽക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണ്, പക്ഷെ അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല. ഇപ്പോഴുള്ളതിൽ നിന്നും എന്തെങ്കിലും പുരോഗതി അവൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അയ്യോ, ഓ ക്ലാര. ഹൈഡി, നീ ഇവിടെ എന്ത് ചെയ്യാ? എന്തു പറ്റി മോളെ? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല ഡേറ്റേന്റി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, നീ എത്തിയോ? ആ, നീ പുസ്തകം എടുത്തില്ലേ? എനിക്ക് ക്ഷീണം തോന്നുന്നു. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഞാനാണ് പരിശ്രമിച്ചത്, പക്ഷെ ക്ഷീണിച്ചത് നീയും. അത് കൊള്ളാമല്ലോ. അതെ, ശരിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹൈഡി? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ ഞാൻ അത് പിന്നെ ഉറങ്ങാൻ സമയമായി. നിങ്ങൾക്കിനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല മിസ് ക്ലാര, ഞാൻ ഹൈഡി, ഈ കാരണം കൊണ്ടാണ് ഞാൻ വന്നത്. എനിക്കറിയാം രാത്രി മുഴുവൻ നീ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന്. ശരി മിസ് റോട്ടൻമേർ. ഗുഡ് നൈറ്റ് ഹൈഡി. ഗുഡ് നൈറ്റ് മിസ്. എന്തു പറ്റി ഹൈഡി? ഒന്നുമില്ല മിസ്, കുഴപ്പമൊന്നുമില്ല. ഗുഡ് നൈറ്റ്. ആരാണവിടെ? ഡേറ്റ?
മിസ്റ്റർ സെസ്മൻ, ആരെങ്കിലും ഇവിടെയുണ്ടോ? എന്താ ഇത്? ഇത് സെബാസ്റ്റ്യൻ, നന്നായിട്ട് വാതിലടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അയ്യോ, പ്രേതം! ആരാണകത്ത്? ആരാ ഈ വാതിലടച്ചത്? പ്രേതം, പ്രേതം! അയ്യോ! മിസ് റോട്ടൻമയർ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ഇവിടെയാണോ ഉറങ്ങിയത്? ഞാൻ എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇവിടെയാണ് ഉറങ്ങിയത്. ഞാൻ മുറിയിൽ പോയില്ല, കാരണം എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ പ്രേതമുണ്ടെന്ന്. ഓ മിസ് റോട്ടൻമയർ, പ്രേതമോ? ഇതെന്താ തമാശ പറയുകയാണോ? എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ അച്ഛൻ ലുഡ്വിഗ് സെസ്മനാണെന്ന്. പപ്പ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ക്ലാര, ഒരു പ്രശ്നവും ഇല്ല. മിസ് റോട്ടൻമയർ ഇന്നലെ രാത്രി ഒരു പ്രേതത്തെ കണ്ടു. പ്രേതത്തെയോ? വരൂ, ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. മുത്തശ്ശൻ ലുഡ്വിക്കിന്റെ പ്രേതമോ? ശരിക്കും? അദ്ദേഹത്തിന്റെ ഈ ചിത്രം 2 തവണ താഴെ വീണു. പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കസേരയും അനങ്ങി. അദ്ദേഹം പത്രം വായിക്കാനിരുന്നിരുന്ന അതേ കസേര. നേരം പുലർന്നപ്പോൾ ആ ചിത്രം അത്ഭുതകരമായി ഭിത്തിയിൽ തിരിച്ചു കയറിയിരിക്കുന്നു. സത്യത്തിൽ സാർ, ഞാനാണത് തിരികെ വെച്ചത്. അതിന്റെ ആണി പോയിരുന്നു. കണ്ടോ, ഒരാണിയാണ് ഇതിന് പിന്നിൽ. ഇവിടെ പ്രേതമൊന്നുമില്ല മിസ് റോട്ടൻമയർ. ഓ, അദ്ദേഹത്തിന്റെ കസേര ഞാൻ പൂന്തോട്ടത്തിൽ നിന്നും കണ്ടെത്തി. രാത്രി അതാരോ അവിടേക്ക് വലിച്ചെറിഞ്ഞതായിട്ടാണ് തോന്നുന്നത്. നിങ്ങളത് കണ്ടോ? പക്ഷെ അദ്ദേഹത്തിന് ഭയാനക രൂപമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അദ്ദേഹം നമ്മളെ കളിപ്പിക്കാൻ വന്നതായിരിക്കും. നിനക്കെന്റെ അച്ഛനെ അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ അല്ല എന്ന് നിനക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ പപ്പ, ശരിക്കും ഈ വീട്ടിൽ പ്രേതം ഉണ്ടായിരിക്കുമോ? ഒന്ന് ഞാൻ പറയാം, ഈ വീട്ടിൽ ശരിക്കും ഒരു പ്രേതം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കണ്ടുപിടിച്ച് ഓടിക്കുകയും ചെയ്യും. സെബാസ്റ്റ്യനും ഞാനും ഇന്ന് രാത്രി പ്രേതത്തെ കണ്ടുപിടിച്ച് ഓടിക്കും. അല്ലേ സെബാസ്റ്റ്യൻ? അതെ സാർ, തീർച്ചയായും. ഞങ്ങളും അതിനിന്ന് തയ്യാറായിരിക്കാം. ഞാനിന്ന് നിന്റെ മുറിയിൽ ഉറങ്ങാം. അങ്ങനെ നമുക്കും തയ്യാറായിരിക്കാമല്ലോ. അതൊരു നല്ല വഴിയാണ് ഹൈഡി. ഇത് കണ്ട പ്രേതം പേടിച്ചോടും ഹൈഡി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഹൈഡി? നിനക്ക് പ്രേതത്തെ അത്രയ്ക്കും പേടിയില്ലാത്തതല്ലേ? ആ, എന്തു പറ്റി? ഇന്നലെ രാത്രി മുതൽ നീ ആളാകെ മാറിയിരിക്കുന്നു. ഞാനത് ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങിയെന്ന് തോന്നുന്നില്ല. വല്ലാത്ത ക്ഷീണം. ശരിക്കും? നീ സാധാരണ അങ്ങനെയല്ലല്ലോ. ഞാനല്ലേ എപ്പോഴും ക്ഷീണം തോന്നുന്നു പറയുന്നേ. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല. ഇന്ന് രാത്രി ഞാൻ പരിശ്രമിക്കാൻ പോവുകയാണ്. നീ ഇന്ന് വിശ്രമിക്കൂ. രാത്രി ചിലപ്പോൾ അതിന് ആവശ്യം വന്നാലോ? പക്ഷെ എന്തിന്?
ചിലപ്പോൾ ഇന്ന് രാത്രി പ്രേതത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കേണ്ടി വന്നാലോ? ഇപ്പോൾ നോക്കാം നമുക്ക് ശക്തിയുണ്ടോ എന്ന്. നീ ആദ്യം അറിയേ. അത് കുഴപ്പമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യല്ലേ. ഇതൊന്ന് എറിഞ്ഞു നോക്ക്. കണ്ടോ, ഇപ്പൊ കുറച്ചും കൂടി നന്നായില്ലേ? പ്രേതമേ മുറിയിൽ വന്ന നല്ല ഏറും കൊണ്ട് തിരിച്ചു പോവും. ഇനി നിന്റെ ഊഴമാണ്. എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഞങ്ങളൊന്ന് തയ്യാറെടുക്കുമായിരുന്നു മിസ്. പ്രേതമേ മുറിയിൽ വരുവാണെങ്കിൽ പില്ലോ കൊണ്ട് എറിഞ്ഞു ഓടിക്കും മിസ്. നിനക്ക് പിയാനോ പരിശീലിക്കാനുള്ള സമയമായി ക്ലാര. ഞാൻ സെബാസ്റ്റ്യനോട് 1/2 മണിക്കൂർ കഴിഞ്ഞ് നിന്നെ കൊണ്ടുപോകാൻ പറയാം. അതാകുമ്പോ എറിഞ്ഞു പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടുമല്ലോ. എനിക്ക് വിശക്കുന്നു. നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്കും വിശക്കുന്നുണ്ട്. എറിഞ്ഞു പഠിക്കുന്നതിന് ശരിക്കും അധ്വാനം ആവശ്യമാണ്. ഞാൻ ഇപ്പൊ വരാമേ. അടിപൊളി. ഡേറ്റ് ആന്റി, എനിക്കും ക്ലാരയ്ക്കും എന്തെങ്കിലും കഴിക്കാൻ തരാമോ? വിശക്കുന്നു. ആ തട്ടിലൊരു പെട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചോ. താങ്ക് യു ഡേറ്റ് ആന്റി. ഓ ഡേറ്റ് ആന്റി, എന്താ ഹൈഡി? ക്ലാര വീണ്ടും നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്കറിയില്ല മോളെ. പക്ഷെ ഇക്കാര്യത്തിൽ നീ അവളെ നന്നായി സഹായിക്കുന്നുണ്ട്. അതിന്റെ ഫലം തീർച്ചയായും ഉണ്ടാവും ഒരിക്കൽ. പക്ഷെ അവൾക്കതിന് കഴിഞ്ഞില്ലെങ്കിലോ? എന്താ ഇത് ഹൈഡി? അതേപ്പറ്റി ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട, മനസ്സിലായോ? നിനക്ക് കഴിക്കാൻ വേണ്ടേ? ക്ലാര നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? ചെന്ന് ആ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് രണ്ടുപേരും കൂടി കഴിക്ക്. എന്തു പറ്റി ഹൈഡി? എനിക്ക് തോന്നുന്നു പ്രേതത്തിനെ പിടിക്കാൻ ഒരു വഴി കണ്ടെത്തിയെന്ന്. പ്രേതത്തെ കണ്ടുവെന്ന് റോട്ടൻ മേയർ പറഞ്ഞ സ്ഥലങ്ങളിലാണ് നമ്മൾ കാവൽ നിൽക്കേണ്ടത്. ഞാൻ ഊണുമുറിയിൽ നിൽക്കാം, നീ ഇവിടെ തന്നെ നിന്നാൽ മതി. ചിലപ്പോൾ ഒന്നുകൂടി എന്റെ അച്ഛന് പത്രം വായിക്കാൻ തോന്നിയാലോ? എന്താണത്? ക്ലാര, ഹൈഡി, ഇത് കൊള്ളാമോ പപ്പ? എന്തിനാണ് ഈ അരിപ്പൊടി ക്ലാര? പ്രേതം ഈ വഴി നടക്കുകയാണെങ്കിൽ കാൽപ്പാടുകൾ ഉണ്ടാവും. അങ്ങനെ നമുക്ക് പിന്തുടർന്ന് കണ്ടുപിടിക്കാം. അത് ബുദ്ധിപരമായൊരു നീക്കമായി പോയി. പ്രേതം വരികയാണെങ്കിൽ ഇത് വളരെയധികം സഹായകരമായിരിക്കും. നിങ്ങൾ ഈ രാത്രിക്ക് വേണ്ടി തയ്യാറാണോ? അതെ പപ്പ, പ്രേതത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. അത് നന്നായി. ഒരുപാട് നേരം ഉറങ്ങാതെ ഇരിക്കരുത് കേട്ടല്ലോ. സമയത്തിന് ഉറങ്ങണം. സെബാസ്റ്റ്യനും ഞാനും പ്രേതത്തിന്റെ കാര്യം നോക്കിക്കോളാം. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ് സെബാസ്റ്റ്യൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മളെക്കാൾ അവരാണ് ബെറ്റർ അല്ലേ സെബാസ്റ്റ്യൻ? ആ മിസ് റോട്ടൻ മേയർ, ഇന്ന് രാത്രി പ്രേതത്തെ പിടിക്കാൻ തയ്യാറല്ലേ? ഓ, ഞാനത് അങ്ങേക്കും സെബാസ്റ്റ്യനും വിട്ടു തരുന്നു സർ. ഞാനിന്ന് എന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. ആ പ്രേതത്തെ നിങ്ങൾ ഇന്ന് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ താമസിക്കാൻ എനിക്ക് മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടതായി വരും. ഓ, അതിന്റെ ആവശ്യമില്ല മിസ് റോട്ടൻ മേയർ. നല്ലപോലെ ഉറങ്ങാൻ ശ്രമിക്കൂ, ഞങ്ങളിത് നോക്കിക്കോളാം. ഓ, എന്നെ വെറുതെ പേടിപ്പിക്കാൻ നോക്കണ്ട അച്ഛാ.
സെബാസ്റ്റ്യൻ, സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ, എഴുന്നേൽക്ക്. അത് വന്നു. ആ പ്രേതം ഇവിടെയുണ്ട്. വരൂ. എന്തുപറ്റി? അതവിടെ ഉണ്ടോ? അതിനെ കണ്ടോ? മുത്തശ്ശ, ഞാനും വരുന്നു. ഞാനും വരുന്നു മുത്തശ്ശ. മുത്തശ്ശ, മുത്തശ്ശ, എന്നെ കൊണ്ടുപോകൂ. മുത്തശ്ശ, എന്നെ വിട്ട് പോകല്ലേ. ഞാൻ ഇവിടെ ഉണ്ട്. എന്തുപറ്റി? മിസ് റോട്ടൻമായ പറഞ്ഞ പ്രേതത്തെ കണ്ടുപിടിച്ചോ നിങ്ങൾ? ഹൈഡി, അവൾ ഉറക്കത്തിൽ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹൈഡിയാണ് പ്രേതമെന്ന്. മുത്തശ്ശ, ഇത് ചികിത്സിക്കേണ്ടതുണ്ടോ ഡോക്ടർ? ഇത് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഉറക്കത്തിൽ നടക്കുന്നത് നീ അറിഞ്ഞുകൊണ്ടല്ല അല്ലേ? വെറുതെ നീ ആരെയും പറ്റിക്കരുത്. ഇല്ല, ഞാൻ മലനിരകളെ സ്വപ്നം കണ്ടത് ഓർമ്മയുണ്ട്. പിന്നെ മുത്തശ്ശനെ. പക്ഷെ ഞാൻ മുത്തശ്ശന്റെ അടുത്തേക്ക് പോയപ്പോഴെല്ലാം മുത്തശ്ശൻ അകന്നുപോയി. അങ്ങനെയാണല്ലേ? ശരി, നീ ക്ലാരയും കൂട്ടി സംഗീതം പരിശീലിക്കുന്ന മുറിയിലേക്ക് പൊയ്ക്കൊള്ളൂ. എനിക്ക് മിസ്റ്റർ സെസ്മാനോടും ക്ലാര ആന്റിയോടും സംസാരിക്കാനുണ്ട്. ശരി ഡോക്ടർ. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് അത്ര അപകടമൊന്നുമല്ല. പക്ഷെ അത് കഠിനമായ മാനസിക സംഘർഷത്തിന്റെയോ മാനസിക ആഘാതത്തിന്റെയോ ലക്ഷണമാണ്. ഹൈഡിയുടെ സ്വഭാവത്തിന് ഈയിടെ എന്തെങ്കിലും മാറ്റമുണ്ടായോ? എന്തെങ്കിലും ദുഃഖവാർത്തയുണ്ടായോ? അവൾക്ക് മലനിരകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇന്നലെ അവൾ എന്നോട് ചോദിച്ചു, ഇനിയും ക്ലാരയ്ക്ക് നടക്കാൻ കഴിയുമോന്ന്. കുഴപ്പമൊന്നും ഇല്ലല്ലോ പപ്പ. ഹൈഡി ഉറക്കത്തിൽ നടക്കുന്നത് നിർത്തുമോ? എല്ലാം ശരിയാകും ക്ലാര മോളെ. അപ്പോൾ ഹൈഡി, ഡേറ്റ പറഞ്ഞു നിനക്കെന്തോ വലിയ ദുഃഖമുണ്ടെന്ന്. ശരിയാണോ? എന്തെങ്കിലും അറിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിന്റെ ദുഃഖമാണോ നിനക്ക്? ഹൈഡിക്ക് മുത്തശ്ശനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ശരിയാണ് ക്ലാര. മോളെ ഹൈഡി, നീ നടക്കുമെന്ന് കരുതിയതിലുള്ള പ്രതീക്ഷ അത്ര വേഗം നഷ്ടപ്പെടുത്തരുത്. എന്നും പ്രതീക്ഷയോടെ ഇരിക്കണം, എപ്പോഴും. അങ്ങനെ പ്രേതത്തിന്റെ ശല്യം ഒഴിവായി. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിയും. ഹൈഡി, ശരിക്കും നിനക്ക് നിന്റെ മുത്തശ്ശനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടോ? അതെ, എനിക്ക് അദ്ദേഹത്തെ തിരികെ പോയി കാണണമെന്നാണ് ആഗ്രഹം. അദ്ദേഹം നമ്മളെ കാണാൻ ഇവിടേക്ക് വന്നാലോ? എന്ത്? മുത്തശ്ശൻ ഇവിടെ ഫ്രാങ്ക്ഫർട്ടിലോ?
ഒരിക്കലുമില്ല. മുത്തശ്ശൻ മലനിരകളെ വിട്ട് വരില്ല. ചിലപ്പോ മുത്തശ്ശൻ നിന്നെ കാണാൻ വന്നാലോ? നമുക്ക് അദ്ദേഹത്തിനെ ഇത് എഴുതി അറിയിച്ചാലോ? എന്റെ എഴുത്തിനൊന്നും അദ്ദേഹം മറുപടി തരില്ല. അദ്ദേഹം എന്നെ മറന്നു എന്നാണ് തോന്നുന്നത്. ഒരിക്കലും മറന്നു കാണില്ല. നീയല്ലേ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തിരക്കിലായിരിക്കുമെന്ന്. അതുകൊണ്ടായിരിക്കും മറുപടി തരാൻ കഴിയാത്തത്. നിന്റെ അച്ഛൻ അദ്ദേഹത്തെ ഇവിടെ വരാൻ അനുവദിക്കുമോ? തീർച്ചയായും ഹൈഡി. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് കത്തെഴുതാം. അദ്ദേഹം ഇവിടെ വരുന്നത് എന്ത് രസമായിരിക്കും. അദ്ദേഹത്തിന് നമുക്ക് പാർക്കിലേക്കും കൊണ്ടുപോവാം. നീയാണ് യഥാർത്ഥ കൂട്ടുകാരി ക്ലാര. ഹൈഡി.